ചാവി ഹെർണാണ്ടസ് ഇന്ത്യൻ ദേശീയ ടീമിന്റെ കോച്ചാകാൻ അപ്ലൈ ചെയ്തു. പക്ഷേ AFF അത് റിജക്ട് ചെയ്തു. നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണല്ലോ ഇത്. സത്യത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, എന്തിനാടാ വന്നിട്ട് അയാൾ നമ്മളെപ്പോലെ ഡിപ്രഷൻ അടിക്കാനോ? ഇന്ത്യയുടെ ഫെഡറേഷൻ നാറുകളാണ്, അല്ലാതെ ഫുട്ബോൾ അറിയുന്നവരല്ല. എനിവേ 170ഓളം ആപ്ലിക്കൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് മുമ്പ് തന്നെ വാർത്തകൾ വന്നതാണ്. അതിൽ ഞെട്ടിക്കുന്ന ഒരു പേരായിട്ട് ചാവി വന്നു. പക്ഷേ AFF അത് റിജക്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു 3 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്കാരനായിട്ടുള്ള പരിശീലകൻ ഖാലിദ് ജമീൽ, മുൻ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ പരിശീലനായിട്ടുള്ള സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ, അതുപോലെ തന്നെ മറ്റൊരു സ്ലൊവാക്യൻ പരിശീലനായിട്ടുള്ള തെർക്കോവിച്ച് എന്നിവരാണ്. ഇവരിൽ 3 പേരിൽ ഒരാളായിരിക്കും ഇന്ത്യയുടെ പരിശീലനമായിട്ട് വരിക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി എന്തുകൊണ്ട് ചാവിയെ റിജക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ് പ്രശ്നം. നമുക്ക് ആ ഒരു വിഷയം ഒന്ന് നോക്കുന്ന സമയത്ത് ഇപ്പം അദ്ദേഹം ബാഴ്സലോണയുടെ പരിശീലനമായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഖത്തറിൽ അൽസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബിൻ്റെ പരിശീലനമായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബാഴ്സലോണയിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഒരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റിപ്പോർട്ട്സൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഏതാണ്ട് 72 കോടി മുതൽ 76 കോടി രൂപ വരെയാണ് അവസാന സമയത്തൊക്കെയാണ്. ആദ്യ സമയത്ത് എനിക്ക് 36 to 38 കോടിയാണ്. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മാസത്തിൽ അദ്ദേഹത്തിന് ഏതാണ്ട് 6 കോടി ഇന്ത്യൻ രൂപയോളം അവിടെയൊക്കെ സാലറി ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അൽസാദിലെ സാലറി നോക്കിക്കഴിഞ്ഞാലും ഇതിനേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ പരിശീലകർക്ക് ഇപ്പം ഇഗോർ സ്റ്റിമാച്ചിനോ അല്ലെങ്കിൽ മനോലയ്ക്കോ ഒക്കെ ലഭിച്ചിരുന്നൊരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോടിക്കും അല്ലെങ്കിൽ 3.5 കോടിക്കും ഇടയിലൊക്കെയാണ് എന്നുള്ളതാണ്. അത് ചാവിക്ക് ഒരു മാസം കിട്ടുന്ന സാലറിയുടെ പകുതിയാണ് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഇത്രയും വലിയൊരു കട്ടെടുത്തിട്ട് വരേണ്ടി വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നത്. എനിവേ, എനിക്ക് ചാവിയെ റിജക്റ്റ് ചെയ്തതിലൊരു വലിയ സംഭവമൊന്നും തോന്നുന്നില്ല. കാരണം ചാവി ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ എന്താണ്, പ്ലേയേഴ്സിൻ്റെ അവസ്ഥ എന്താണ്, അവരെ കൊണ്ട് എത്രത്തോളം കൂട്ടിയാൽ കൂടും, ഏഷ്യൻ ഫുട്ബോളിൻ്റെ നിലവിലത്തെ സാഹചര്യം മാറിയതും. പോസിയൊക്കെ വന്നതിന് ശേഷമായിരുന്നെങ്കിൽ അതൊരു ബിഗ് നെയിമായിട്ട് വരികയും ഇന്ത്യൻ ഫുട്ബോളിന് കുറച്ചും കൂടി ശ്രദ്ധ കിട്ടുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായേനെ. പക്ഷേ നിലവിലത്തെ സാഹചര്യം അതല്ല. എനിക്ക് ഇതിൽ ആപ്ലിക്കൻ്റ് ആയിട്ടുള്ള റിജക്റ്റ് ചെയ്തതിൽ ഏറ്റവും ഒരു വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യം പീറ്റർ സ്റ്റഗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരിശീലകനാണ്, ക്രൊയേഷ്യൻ പരിശീലനാണ്. പക്ഷേ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പോഴും അദ്ദേഹത്തെ പറ്റി കൂടുതൽ സംസാരിക്കാതിരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. കാരണം AFFന് ഒരു പ്ലാൻ ഉണ്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും ആപ്ലിക്കൻറ്റിനെ ക്ഷണിക്കുന്നതും ഒക്കെ ഒരു നാടകമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അവരാരെ തിരഞ്ഞെടുക്കുമെന്നൊക്കെ ഉള്ളതിനൊരു നമുക്കറിയാം. പിന്നെ ഇതൊക്കെ ഒന്ന് വൈകിപ്പിക്കാൻ വേണ്ടി, ലാഗ് എടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ കാട്ടിക്കൂട്ടലുകൾ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം പീറ്റർ സ്റ്റഗട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഏഷ്യൻ ഫുട്ബോളിൽ നന്നായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ ഇപ്പം ജോർജിയ പോലത്തെ ടീമിനെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ്. ഏഷ്യയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം അഫ്ഗാനിസ്ഥാൻ്റെയും മാൽദീവ്സിൻ്റെയും അതുപോലെ ഏറ്റവും കൂടുതൽ തജിക്കിസ്ഥാൻ്റെയൊക്കെ പരിശീലനമായിരുന്നു. മാൽദീവ്സിനെ 2018 സാഫ് വിൻ ചെയ്തിട്ടുള്ളൊരു പരിശീലനമാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ട്. അതുപോലെ തജിക്കിസ്ഥാനൊപ്പം നോക്കുകയാണെങ്കിൽ AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽസിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് യോഗ്യത നേടാനൊക്കെ സാധിച്ചിരുന്നു. ബഡ്ജറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ മാൽദീവ്സിനും അഫ്ഗാനിസ്ഥാനും ഒക്കെ അഫോർഡ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് അഫോർഡ് ചെയ്തുകൂടാന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സാമ്പത്തികം മാത്രമല്ല, ഇതൊക്കെ വെറും ഒരു പ്രഹസനമാണ് എന്നുള്ള ഒരു കാര്യമാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഗോർ സ്റ്റിമാച്ചിനും മനോലയ്ക്കും ഒക്കെ ഏതാണ്ട് 3 കോടി 3.5 കോടിയൊക്കെ ആയിരുന്നു വാർഷിക സാലറിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പം ഖാലിദ് ജമീലിനെയാണ് പിക്ക് ചെയ്യാൻ ഒരു സാധ്യത കൂടുതലെന്നുള്ളതാണ് വാർത്തകളൊക്കെ വരുന്നത്. അതിനുള്ള കാരണം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഒരു പരിശീലകന് അവസരം കൊടുക്കാൻ, ഇനി ഇന്ത്യൻ ഫുട്ബോൾ പരിശീലനം കൊണ്ടുവന്നു കഴിഞ്ഞാലേ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയങ്കര ഇന്ത്യൻ ഫുട്ബോൾ സ്നേഹികളായിട്ടൊന്നും ഫെഡറേഷൻ നിന്നിട്ടില്ല. സാമ്പത്തികം തന്നെയാണ്. കാരണം മറ്റു കൊടുക്കുന്നതിനേക്കാൾ ഒരു 5-1 കൊടുത്ത് ഒരു ഇന്ത്യൻ കോച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ ഒരു ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ കോച്ചാകുക എന്ന് പറയുന്ന ഒരു വലിയ പ്രിവിലേജ് ആണല്ലോ. അപ്പം അത് ആകുമ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയൊക്കെ കൊടുത്താൽ മതി എന്ന് പറയുന്നൊരു ഉദ്ദേശമാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ജനറൽ സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്ന ഷാജി പ്രഭാകരന് കിട്ടിയിരുന്ന സാലറി ഏതാണ്ട് ഒരു വർഷത്തിൽ 1.5 കോടിക്ക് മുകളിലാണ്. നിലവിൽ ഡെപ്യൂട്ടി ജനറലായിട്ട് ഇരിക്കുന്ന ആൾക്ക് പോലും 60 ലക്ഷത്തിന് മുകളിൽ കിട്ടുന്നു. ഡയറക്ടർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്ക് 60 ലക്ഷത്തിന് മുകളിൽ കിട്ടുന്നു. അപ്പോൾ ഹെഡ് കോച്ചായിട്ട് വരുന്ന ആൾക്ക് കിട്ടാൻ പോകുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷത്തിന് താഴെ എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമല്ലേ. ആ ഒരു കാരണമാണ്, സാലറി കാര്യങ്ങളൊക്കെയാണ് ഇത് വൈകിപ്പിക്കാൻ കാരണം എന്നുള്ളത് റിപ്പോർട്ട്സായിട്ട് തന്നെ പുറത്തേക്ക് വന്നതാണ്. അപ്പം 1.5 കോടി അല്ലെങ്കിൽ 1 കോടിക്ക് ഇടയിലെങ്കിലും ഒക്കെ ഒരു സാലറി ഖാലിദ് ജമീലിന് കൊടുക്കും. കാരണം ജംഷഡ്പൂർ FC അദ്ദേഹം ഒരു കംഫർട്ട് സോണിലാണുള്ളത്. ആ ടീമിനെ മുന്നോട്ട് നയിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ്. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ കോച്ച് എന്ന് പറയുന്ന വളരെ റിസ്കി ആയിട്ടുള്ളൊരു ജോബ് ഏറ്റെടുക്കാനായിട്ട് ഖാലിദ് വരാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പം അദ്ദേഹത്തിനെ കൂടി ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ നിർത്തുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതല്ലാണ്ട് ഒന്ന് ആലോചിക്കുക,
ഈ സെക്രട്ടറി ജനറലിനും ഡയറക്ടറിനും മറ്റ് തസ്തികയിലുള്ളവർക്ക് പോലും കൊടുക്കുന്ന സാലറി ദേശീയ ടീമിൻ്റെ കോച്ചിനും, അതല്ലേ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് പറയുന്നൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇല്ല എന്ന് പറയുന്നത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. സോ എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ തന്നെ കാത്തിരിക്കാം. ചാവിയുടെ കാര്യത്തിൽ അതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് എഴുതുക. ഒരു കണക്ഷൻ സരിങ്ങ.